أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله العلي العظيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آمين آمين برحمتك يا أرحم الراحمين. അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ കരുണാ കടാക്ഷവും നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയുവാൻ അള്ളാഹു എന്നെയും അത് ഏറ്റവും നല്ല രീതിയിൽ സംശയങ്ങളില്ലാതെ മനസ്സിലാക്കുവാൻ നിങ്ങളെയും അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ആമീൻ ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അപ്പോ റബീഉൽ അവ്വൽ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന മുസ്ലിം സമൂഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെ. അതിപ്പോ പിന്നെ ഇതുപോലെ ഹുബ്ബുർ റസൂൽ എന്ന പേരുള്ള ക്ലാസ്സുകളായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങളായിരിക്കും, അതും അല്ലെങ്കിൽ മറ്റ് നബിദിന റാലി പോലെയുള്ള കാര്യങ്ങളായിരിക്കും, അതല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സദസ്സുകളായിരിക്കും. അങ്ങനെ പല രീതിയിൽ എന്തുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മുസ്ലിം സമൂഹം റബീഉൽ അവ്വൽ മാസം തുടങ്ങിക്കഴിഞ്ഞാല് പ്രകടിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ചെറിയ രീതിയിൽ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് നമ്മുടെ അടിസ്ഥാന ആദർശം എന്ന് നമുക്ക് അറിയാം അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തില് മുറുകെ പിടിക്കണം എന്നുള്ളത് അറിയാം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പൂർണ്ണമാവുന്നത് എപ്പോഴാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതും കൂടി വരുമ്പോഴാണ് അല്ലെ. ഷഹാദത്താണ്, കലിമയാണ്, കലിമത്തു ഷഹാദയാണത്. അതൊരു സാക്ഷ്യം വഹിക്കലാണ്, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞ്. അത് നമ്മുടെ നാവുകൊണ്ട് ഇങ്ങനെ വെറുതെ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് പിന്നെ ഇത്ര പ്രാവശ്യം ഒരു ദിവസം ഇത്ര പ്രാവശ്യം പറയുക എന്നതിലോ അല്ല അതിന്റെ ഒരു പുണ്യമോ അല്ലെങ്കിൽ അതിന്റെ കാര്യമോ കിടക്കുന്നത്. പിന്നെയോ ആ കലിമത്ത് ഷഹാദയെ നമ്മുടെ ജീവിത ഷഹാദ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്, നമ്മുടെ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ നമ്മൾ അടിസ്ഥാന ആദർശമായിട്ട് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതുണ്ട്. അതായത് നമ്മുടെ എല്ലാ ഇടങ്ങളിലും അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു പറഞ്ഞതനുസരിച്ചിട്ട് ജീവിക്കുക എന്നതിനെ നമ്മൾ പാലിക്കാൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് പൂർണ്ണമാവണമെങ്കിൽ ഏത് കൂടെ വേണം? മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന വിശ്വാസം എന്നതും കൂടി എന്താണ് ചേർത്ത് വെക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വേണ്ടതാണ്. ജീവിതത്തിൽ മാത്രമല്ല, മരിക്കുമ്പോൾ നമ്മുടെ അവസാന അനക്കത്തിലും കൂടി എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മുറുകെ പിടിക്കുക എന്നുള്ളത്? നമ്മുടെ നാവ് കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതിയോ? നമ്മളെല്ലാ ദിക്റുകളും ചൊല്ലുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളത് മുറുകെ പിടിക്കലാവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്റെ സഹോദരങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, എന്റെ സഹോദരങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. അപ്പൊ സഹാബാക്കൾക്ക് ആകെ കൂടി സംശയമായി. അപ്പൊ ഞങ്ങളല്ലേ
റസൂലിന്റെ സഹാബാക്കൾ എന്ന് സഹോദരങ്ങൾ എന്ന് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സഹചാരികളാണ്, നിങ്ങൾ എന്റെ സഹചാരികളാണ്, നിങ്ങൾ എന്റെ സഖാക്കളാണ്. ഞാൻ പറയുന്ന സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, അവരെന്നെയും കണ്ടിട്ടില്ല, അവര് വരും. ഇന്ന് നിങ്ങൾ എന്നെ എങ്ങനെയാണോ സഹായിക്കുന്നത് അതുപോലെ ആ കാലഘട്ടത്തില് അവരെന്നെ സഹായിക്കും. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അവിടെ സ്ഥാപിച്ചത്, എങ്ങനെയാണോ ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചത്, അത് കണ്ടിട്ട് എങ്ങനെയാണോ സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചത്, അതുപോലെ എന്നെ കണ്ടിട്ടില്ലാത്ത, എന്റെ കൂടെ ജീവിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകൾ എന്താണ് ഒരു കാലഘട്ടത്തില് അതിനെ പ്രാവർത്തികമാക്കും, അല്ലെങ്കിൽ അതിനെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാണിക്കും. അവരെയാണ് ഞാൻ പറയുന്നത്. അവരെ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കുറിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണം എന്ന്, എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പൊ ഇത്രയും ഇഷ്ടത്തോടു കൂടി, ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മളെ കാണണം എന്ന് ആഗ്രഹിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക മാസത്തിൽ മാത്രമായോ ഏതെങ്കിലും പ്രത്യേക ദിവസത്തിൽ മാത്രമായിട്ടോ നമ്മൾ എന്താക്കാൻ പാടില്ല, ആ ഓർമ്മകളെ നമ്മൾ ചുരുക്കാൻ പാടില്ല. ആ ഓർമ്മകളെ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തെ, മുഹബ്ബത്തിനെ, പ്രണയത്തെ നമ്മൾ എന്താക്കാൻ പാടില്ല, ചുരുക്കാൻ പാടില്ല. അതെന്തായിരിക്കണം? അതെന്ന് പറഞ്ഞാൽ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു വൈകാരിക അടുപ്പം എന്നൊക്കെ നമ്മൾ പറയൂലേ. വൈകാരിക അടുപ്പം എങ്ങനെയാണ്? അപ്പൊ നമുക്ക് നമ്മുടെ ഉമ്മ ഉപ്പ എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ്? അവരോടുള്ള ഇഷ്ടം കൊണ്ട്, അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുറെ കാര്യങ്ങൾ ചെയ്യും. അവരോടുള്ള ഇഷ്ടം കൊണ്ട്, അവരോടുള്ള ആ ഒരു സ്നേഹം, അടുപ്പം, ബഹുമാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുറെ കാര്യങ്ങൾ ചെയ്യൂല. അതാണ് വൈകാരികമായിട്ടുള്ള അടുപ്പം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറയുന്ന വൈകാരിക അടുപ്പം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്, അത് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ കാണിക്കാൻ പറ്റും. അതായത് ആ അടുപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ആ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ നിന്ന് വരുമ്പോ എങ്ങോട്ടാ പ്രതിഫലിക്കുക? അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് അവിടങ്ങളിലൊക്കെ നമ്മൾ തിരയും. എന്ത്? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താണ് പഠിപ്പിച്ചത്? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഞാൻ ഇത് രണ്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏതായിരിക്കും ശരിയെന്ന് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യും? അന്വേഷിക്കാൻ പോകും, അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കും. അത് നമ്മുടെ ഏതൊക്കെ വേഷങ്ങളാണോ, ഏതൊക്കെ മേഖലകളിലാണോ അവിടങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ ഉത്തരം ഉണ്ടാവും. ഈ വൈകാരിക അടുപ്പം ഇല്ലെങ്കിൽ എന്താണ്? വൈകാരികമായിട്ടുള്ള ഒരു സ്നേഹം, ഒരു അടുപ്പം, ഒരു ഇഷ്ടം, ഒരു സ്നേഹം ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഏതെങ്കിലും നിശ്ചിത സമയത്ത് മാത്രമായിട്ട് ഈ പറയുന്ന മുഹബ്ബത്ത് ഒതുങ്ങിപ്പോകും. അതിനെ കൂടാതെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, അല്ലെ? ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്? ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്? രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടങ്ങളിലൊന്നും നമുക്ക് ആരെ കാണാൻ പറ്റൂല? വൈകാരിക അടുപ്പം ഇല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന ജീവിത ചര്യകളെയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റൂല. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കിടക്കും, നമ്മുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്ത് കിടക്കും. ഇതാവാൻ പാടില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, സഹാബാക്കളോട് ചോദിക്കുകയാണ്, ഈ അതിശയകരമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമകളെ അവരാരാന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? അത്ഭുതകരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഉടമകളെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം സഹാബാക്കളും ആദ്യം പറഞ്ഞത് മലക്കുകൾ എന്നായിരുന്നു.
രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, മലക്കുകളല്ല. അപ്പൊ പ്രവാചകന്മാർ, വഹി നൽകപ്പെടുന്ന പ്രവാചകന്മാരാണ് അതിശയകരമായ വിശ്വാസത്തിന്റെ ഉടമകൾ എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എന്നാ പിന്നെ ഞങ്ങളാണ് അതിശയകരമായ വിശ്വാസത്തിന്റെ ഉടമകൾ എന്ന് പറഞ്ഞു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, നിങ്ങളിപ്പോ എന്നെ ഉടലോടെ കണ്ടുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾ എന്നെ ഉടലോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശയകരമായ വിശ്വാസത്തിന്റെ ഉടമകൾ എന്ന് പറഞ്ഞാല് എന്നെ കണ്ടിട്ടില്ലാത്ത, വഹി നൽകുന്നത് കണ്ടിട്ടില്ലാത്ത, അങ്ങനെ ഒരു സംഭവം കേട്ടറിവ് മാത്രമാണ്, അല്ലെങ്കിൽ അവര് വായിച്ചറിവ് മാത്രമാണ്. അതായത് ഖുർആനിലൂടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ജീവിതചര്യകളെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ജീവിതത്തിൽ പകർത്തുന്ന, അല്ലെങ്കിൽ ഞാൻ എന്താണോ അവർക്ക് മുന്നിലേക്ക് വെച്ചത് അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ വരാനുണ്ട്. ആ ആളുകളാണ് അതിശയകരമായ വിശ്വാസത്തിന്റെ ഉടമകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു അംഗീകാരമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പറ്റിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് സംസാരിച്ചതാണിത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഓർമ്മകള് ഏതെങ്കിലും പിന്നെ ആത്മീയ ആചാര്യന്മാരെ ഓർക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരെ ഓർക്കുന്നത് പോലെ അങ്ങനെ പ്രത്യേക സമയത്ത് മാത്രം നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. നമ്മുടെ ആ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അല്ലെങ്കിൽ അദ്ദേഹം ആരാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല്, പ്രവാചകൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റസൂൽ എന്ന് പറയുമ്പോ എന്താണ്, സൗണ്ട് ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നത്. അതായത് ആ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ എന്താക്കിയാ പോരാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ഘടകങ്ങളിലും എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കണമെങ്കിൽ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. റസൂൽ, പ്രവാചകൻ, അല്ലെങ്കിൽ വഹി നൽകപ്പെടുന്നവർ ആരാണ് എന്നുള്ള അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഉന്നതിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോഴേ അത് നമുക്ക് തിരിച്ചറിയുള്ളൂ, നമ്മൾ അറിയുള്ളൂ. അപ്പോഴാണ് റസൂലിനെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. മറ്റേതെന്തായിപ്പോ, മറ്റ് നേതാക്കന്മാരെയൊക്കെ അംഗീകരിക്കുന്നത് പോലെ, മറ്റ് നേതാക്കന്മാരെയൊക്കെ നമ്മൾ അവരോടുള്ള ഇഷ്ടമൊക്കെ കാണിക്കുന്നത് പോലെ കുറച്ച് നേരങ്ങളിൽ അതെന്തായിപ്പോവും, ഒതുങ്ങിപ്പോവും. മറ്റ് നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ, നമുക്ക് എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു തരാൻ, എന്താണ് വിശ്വാസം എന്ന് പഠിപ്പിച്ചു തരാൻ, എങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിച്ചയച്ചതാണ് പ്രവാചകന്മാർ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ പ്രവാചകന്മാർ ആരാണ് എന്ന് നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, പ്രണയം, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കാണിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരിക്കല് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രവാചകനെയാണ്, എന്നെ കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അങ്ങനെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്താണെന്ത്, അങ്ങനെയല്ല, അങ്ങനെ ആവുമ്പോ വിശ്വാസം പൂർണ്ണമാവുന്നില്ല. താങ്കളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും എന്നോട് ഇഷ്ടം കാണിക്കുമ്പോഴാണ് ആ വിശ്വാസം പൂർത്തിയാവുന്നത്. അത് ഹദീസായിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് ആരും വിശ്വാസി ആവുകയില്ല ഏതുവരെ, തന്നെക്കാളും, തന്റെ മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, മറ്റു ജനങ്ങളെക്കാളും
എന്നെ സ്നേഹിക്കുന്നത് വരെ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്നെ കഴിഞ്ഞിട്ടാണ് ഞാൻ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? എന്റെ കുറെ ഇഷ്ടങ്ങൾ വരുമ്പോ റസൂൽ കാണിച്ചു തന്ന മാതൃകകളെ ഞാൻ എന്താക്കും? മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കും. അല്ലെ? ഒരു കല്യാണം വരുമ്പോ, ഒരു ചടങ്ങ് വരുമ്പോ, അല്ലെ, വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്നെയാണ് ആദ്യം ഇഷ്ടം എന്ന് പറഞ്ഞാല് എനിക്ക് എന്താണോ ഇഷ്ടം അതായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നെക്കാൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ അവിടങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിരിക്കുന്നത് അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചോദ്യങ്ങളില്ലാതെ, സംശയങ്ങളില്ലാതെ നമുക്ക് പിന്തുടരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും എന്ത്? എന്റെ ഇഷ്ടം എന്ത് എന്നല്ല, എന്താണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് എന്റെ റസൂൽ അവിടെ കാണിച്ചു തന്നിരിക്കുന്നത്, എന്റെ റസൂൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമുക്കത് പിൻപറ്റാനോ പിന്തുടരാനോ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ അപ്പൊ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അത് മാറ്റി പറയാണ്. അപ്പൊ തന്നെ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് പറയാണ്, എനിക്ക് എന്നെക്കാളും ഇഷ്ടം എന്റെ പ്രവാചകനെയാകുന്നു, എന്നെക്കാളും മുഹബത്ത് എന്റെ റസൂലിനോടാകുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ തിരുത്തി പറയാണ്. അപ്പൊ പറഞ്ഞു എന്ത്? ഇപ്പോഴാണ് താങ്കളുടെ വിശ്വാസം പൂർത്തിയാകുന്നത്. ഇങ്ങനെ സഹാബാക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാല് അവർക്ക് റസൂലിനോടുള്ള ഇഷ്ടം എങ്ങനെയാണ് അത് പ്രകടിപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു മുഹബത്ത് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന് ബാങ്ക് വിളിക്കാൻ പറ്റിയില്ല, മദീനയിൽ നിൽക്കാൻ പറ്റിയില്ല. ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യും? ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോകും. അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞു പോകും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് റസൂലിനോടുള്ള ഒരു ഇഷ്ടം, ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പമാണ്. അതുപോലെ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വുദു എടുക്കാനൊക്കെ ഉള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വേണ്ടത്? അപ്പൊ എനിക്കൊന്ന് ചിന്തിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലിരിക്കണം, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലിരിക്കണം. ഇവിടെ ഇങ്ങനെ കൂടിയാ പോരാ, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലും അങ്ങയുടെ അടുത്തായിട്ട് എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കള് സുജൂദ് വർദ്ധിപ്പിച്ചു കൊള്ളുക, അതായത് സുന്നത്ത് അധികരിപ്പിച്ചു കൊള്ളുക. അപ്പൊ ഈ രീതിയിലാണ്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറയുന്നത് അവർക്ക് എല്ലാ സമയങ്ങളിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മരണത്തിന് ശേഷവും റസൂലിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയായിരുന്നു സഹാബാക്കൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ റസൂലിനോടുള്ള ഒരു മുഹബത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുക? ഞാനിവിടെ ഓതി വെച്ച ആയത്ത് എന്താണെന്ന് വെച്ചാല് സൂറത്തു ആലിമ്രാനുള്ള ഒരു ആയത്താണ്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ പറയാണ്. അതായത് പ്രവാചകരെ താങ്കൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. നമ്മൾ ആലോചിക്കണേ, നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. എന്നിട്ട് പറയാണ് യുഹ്ബിബുകുമുല്ലാഹ്, അപ്പൊ എന്ത് ചെയ്യും? അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. അങ്ങനെ പിൻപറ്റുമ്പോഴാണ് അല്ലാഹു നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മാതൃകയാക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും അതിലൂടെ അള്ളാഹുവിനോടുള്ള സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അല്ലെ? നമുക്ക് ചിലപ്പോൾ ആഗ്രഹം വരും, നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് അന്നം നൽകുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന
അള്ളാഹുവിനോട് സ്നേഹം കാണിക്കണം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാണിക്കണം എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അൽഹംദുലില്ലാ എന്നുള്ളത് പറയും. അതല്ലെങ്കിൽ നമ്മൾ കുറെ നേരം നിസ്കരിക്കും, അല്ലെങ്കിൽ നോമ്പെടുക്കും. ഇതിന്റെ ഒക്കെ പുറമെ ഈ പറഞ്ഞ ആരാധനാ കർമ്മങ്ങളിൽ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അവിടങ്ങളിലൊക്കെ ഫത്തബിഊനി, നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ പിൻപറ്റുക. അങ്ങനെ പിൻപറ്റുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കലുമായി, അതിലൂടെ അള്ളാഹു തിരിച്ചെന്ത് ചെയ്യുന്നു? നമ്മളെയും സ്നേഹിക്കുന്നു എന്നുള്ളത്. നമുക്ക് ജീവിതത്തിൽ കുറേ വേഷങ്ങളുണ്ട് ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മള് മകളായിരുന്നു, മകളാണ് നമ്മള്, പിന്നീട് എന്തായി? നമ്മളൊരു ഇണയായിട്ടുണ്ട്, അതുപോലെ ഉമ്മയായിട്ടുണ്ട്, ഉമ്മാവയായിട്ടുണ്ട്, അയൽവാസിയാണ്, സഹോദരിയാണ്, ഒരു സുഹൃത്താണ്. ഇങ്ങനെ കുറേ വേഷങ്ങളുണ്ട് അല്ലെ? പേരെന്താന്ന് വെച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ നമുക്ക് അല്ലെ? പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ പേരാണ്. പക്ഷെ നമുക്ക് എന്തുണ്ട്? കുറേ വേഷങ്ങളാണ്. ചിലപ്പോൾ ഒരു ദിവസം തന്നെ പല വേഷങ്ങളിലൂടെയാണ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വേഷങ്ങളിൽ നിന്നൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടങ്ങളിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലെ? ഇപ്പൊ ഒരു മകളായിട്ടിരിക്കുമ്പോ അല്ലെങ്കിൽ മകനായിട്ടിരിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, എന്ത്? എനിക്ക് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ എനിക്ക് ഇന്ന് ജിഹാദിന് പോകണം, ഇന്ന് യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കണം, പക്ഷെ എന്തുണ്ട്? എന്റെ മാതാപിതാക്കള് ജീവിച്ചിരിക്കും. മറ്റൊരു സംഭവത്തില് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എനിക്ക്, അതായത് പോകാനുള്ള ഉള്ളിലുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ ഇവിടെ എന്തുണ്ട്? ഒരു ചെറിയൊരു തടസ്സമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നിന്റെ മാതാപിതാക്കളെ പരിചരിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള നിന്റെ ജിഹാദ്. നിന്റെ മാതാപിതാക്കളെ പരിചരിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള നിന്റെ ജിഹാദ്. പലപ്പോഴും പല സഹോദരിമാരും മെസ്സേജ് അയക്കാറുണ്ട്. ചിലപ്പം വീട്ടിൽ ഉമ്മ ഉണ്ടാവും, കിടപ്പിലായിരിക്കും ഉമ്മ, അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസത്തിലായിരിക്കും. അപ്പൊ ഉമ്മാനെ പരിചരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ക്ലാസ് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ അത് വിചാരിച്ചതുപോലെ റെക്കോർഡഡ് ക്ലാസ്സും കേൾക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള മെസ്സേജുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സഹോദരിമാരോടും കൂടി പറയാനുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വന്ന സഹാബാക്കളോട് പറഞ്ഞത്, ഉമ്മയെ പരിചരിക്കുന്നത്, മാതാപിതാക്കളെ പരിചരിക്കുന്നതാണ് നിനക്കിപ്പുള്ള ജിഹാദ്. അപ്പോ നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. നമ്മുടെ ഉമ്മാന്റെ അടുത്താവുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാന്റെ അടുത്താവുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചിലപ്പം വിചാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അപ്പൊ അങ്ങനെ മാറ്റി വെക്കുന്നതാണ് ജിഹാദ്. നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ, അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അവിടെ സബറോടുകൂടി നമ്മൾ അതിനെ മാറ്റി വെക്കുമ്പോഴാണ് ജിഹാദ്. ഒന്ന് മൈക്ക് ശ്രദ്ധിച്ചോളണേ പ്ലീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കണം തോന്നുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളുടെ മൈക്കിലേക്ക് ഒന്ന് നോക്കുക കേട്ടാ. അപ്പൊ കാരണം നമ്മളെല്ലാരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉള്ളവരാണ്. അപ്പൊ ആ പരിസരമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുക. പിന്നെ നമ്മുടെ മക്കളോട്, അതായത് നമ്മൾ ഉമ്മയായി അല്ലെങ്കിൽ ഉപ്പയായി നമ്മുടെ മക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിമ ബീവിയോടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഫാത്തിമ ബീവി എവിടുന്ന് വന്നാലും, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുമ്പോ, അതിപ്പോ ഒരു സദസ്സിലാണെങ്കിലും വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയാണ്, എഴുന്നേറ്റ് നിന്നിട്ട് ഉപ്പയാണ്, പ്രവാചകനാണ്, ഉമ്മത്തിന്റെ പ്രവാചകനാണ്, റസൂലാണ്. ആ റസൂൽ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിന്നിട്ട് ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും എപ്പോ കണ്ടാലും. അങ്ങനെയാണ് തന്റെ മോളോട് സ്നേഹം പ്രകടിപ്പിച്ചത്. എന്നിട്ട് പറയൂ, എന്ത്? ഫാത്തിമ എന്റെ കഷ്ണമാണെന്ന് പറയും. ഫാത്തിമയെ വേദനിപ്പിച്ചാല് എനിക്കും വേദനിക്കും, ഫാത്തിമയെ വേദനിപ്പിച്ചാല് എനിക്കും വേദനിക്കും.
ഫാത്തിമ എന്റെ കഷ്ണമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാ നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ മക്കളോട് നമ്മൾ എത്ര കാലമായിട്ടുണ്ടാവും നമ്മുടെ മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്? ഏതോ ഒരു പ്രായത്തിൽ കെട്ടിപ്പിടിച്ചായിരിക്കും അല്ലെ? ഒരു 5 വയസ്സ് വരെ, അല്ലെ? ഒരു 6 വയസ്സ് വരെ, ചിലപ്പോ ഒരു 3-ാം ക്ലാസ് വരെ. അതിന്റെ അപ്പുറത്ത് ടീനേജിലൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ, ആൺകുട്ടികളെ പിന്നെ തീരെ അടുപ്പിക്കൂല നമ്മൾ. അങ്ങനെയല്ല വേണ്ടത്. ഫാത്തിമ ബീവി മുതിർന്നപ്പോഴും എന്താണ്, ഉപ്പാന്റെ അടുത്ത് പോകുമ്പോ, കല്യാണം കഴിഞ്ഞിട്ട് ഉപ്പാന്റെ അടുത്ത് പോകുമ്പോഴും കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് സ്വീകരിക്കുക. ഇത് നമ്മളോടാ പറയുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ കാണിച്ചെന്നല്ല. അത് നമ്മൾ നമ്മുടെ മക്കളോട് കാണിക്കുമ്പോഴാണ് അവിടെ നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് പ്രകടമാവുന്നത്. നമ്മളിങ്ങനെ മുഹബ്ബത്ത് പ്രകടിപ്പിക്കാനുള്ള വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ മക്കളോട്, നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മാതാപിതാക്കളോട് നമുക്ക് ആ അനുസരിച്ചിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥ പോലെ നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിൽ നമുക്ക് പരിചരിക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ പറ്റുന്നില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് എന്താവുന്നില്ല, പൂർത്തിയാവുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം? എത്ര വലിയതായാലും മക്കളെ കെട്ടിപ്പിടിക്കാനും, അത് അവിടെ ശരിക്ക് കാണിക്കുന്ന എന്താണെന്നറിയോ? അവർ സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർക്കൊരു വ്യക്തിത്വമുണ്ട്. തന്റെ മകളാണെങ്കിലും ആ വ്യക്തിത്വത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു പിതാവായിക്കൊണ്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന പാഠം. നമ്മളെങ്ങനെയാ നമ്മളെ മക്കളോട്? നമ്മള് എല്ലാ കൂട്ടത്തും നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ആക്ഷേപിക്കും, ഇല്ലേ? അടച്ചാക്ഷേപിക്കും നമ്മൾ. ആ ഒരു രീതിയിലാണ് നമുക്ക് നമ്മളെ മക്കളോടുള്ള പെരുമാറ്റം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ പ്രായം തന്നെ, അവര് വലുതാവും തോറും നമ്മൾ നമ്മുടെ ഉമ്മമാരാണ് അല്ലെങ്കിൽ ഉപ്പമാരാണ്, അവര് നമ്മുടെ മക്കളാണ്. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രായങ്ങളിലും അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ചേർത്ത് പിടിക്കണം, അവർക്ക് ഉമ്മ കൊടുക്കണം. അങ്ങനെ ഒരു ശീലം ഇല്ലെങ്കിൽ പുതിയ ശീലം നമ്മൾ എന്താക്കുക? ഉണ്ടാക്കിയെടുക്കുക. അവിടെയാണ് പിതാവ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു മാതാവിനുള്ള ഒരു പാഠം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അതേപോലെ തന്നെ ഇണകളോടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, ഭാര്യമാരുടെ കുറുമ്പുകൾ എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചിരുന്നത്? നമ്മളിവിടെ ഇരിക്കുന്നത് പെണ്ണുങ്ങളാണ്, പക്ഷെ നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാലോ, അല്ലേ? ആയിഷ ബീവിയുടെ അടുത്തുനിന്ന് ഒരു സംഭവം ഉണ്ടായി, അല്ലെ? സഫിയ ബീവിയുടെ അടുത്തുനിന്ന് ഒരു ഭക്ഷണ സാധനം വന്നപ്പോ എന്തായി? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതിരുന്നപ്പോ കുറുമ്പ് കാണിച്ചു. എന്തായി? ഒരടി വെച്ചു കൊടുത്തു, ആ പാത്രം നിലത്ത് വീണ് പൊട്ടി. സഹാബാക്കളൊക്കെ ഉണ്ട്, കുറച്ച് ആളുകളൊക്കെ കാണുന്നുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് എന്തായിരുന്നു? ചിരിച്ചിട്ട് പോയി ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് പെറുക്കിയെടുത്തു. അവിടെ സംഭവിച്ചത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹാക്ക് എന്തോരം നൊമ്പരുള്ളിൽ വന്നു. അതൊരു കുശുമ്പന്നെയാണ്. ഒരു നൊമ്പരുള്ളിൽ വന്നു. അതായത് അപ്പുറത്തുനിന്ന് സ്നേഹം കുറച്ചധികം പ്രകടിപ്പിച്ചപ്പോ അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഉള്ളിൽ നിന്ന് എന്തായി? ആ ഒരു കുറുമ്പ് വന്നപ്പോ, അല്ലെങ്കിൽ ആ ഒരു കുശുമ്പ് വന്നപ്പോ എന്തായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഹൃദയം കൊണ്ട് കേൾക്കുകയാണ്. നമ്മൾ കേൾക്കൽ എങ്ങനെയാ? പാത്രത്തിന്റെ ഒച്ച മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ, അല്ലേ? നമ്മൾ പൊളിച്ചാലും നമ്മുടെ ഇണകൾ പൊളിച്ചാലും ഒക്കെ നമ്മൾ പാത്രത്തിന്റെ ഒച്ചയെ കേൾക്കുള്ളൂ. ആ പാത്രത്തിന്റെ ഒച്ച കേൾക്കുമ്പോ നമ്മുടെ മറുപടി എന്താവും? പാത്രം പൊട്ടിയതിനേക്കാളും ശക്തമാവും. പാത്രം പൊട്ടിയതിനേക്കാളും ശക്തമാവും. ഇപ്പൊ നമ്മുടെ മക്കൾ വിളിച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരു ഗ്ലാസ് ഒക്കെ വീണ് പൊട്ടിയാല് അമ്മാതിരി ശബ്ദത്തിലായിരിക്കും നമ്മൾ ഒച്ച വെക്കുക. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാല് ആയിഷ ബീവിയുടെ മനസ്സിലുള്ള ഒരു നൊമ്പരത്തെ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത്. അതായത് വെറുതെ അങ്ങോട്ട് ആ പാത്രം അടിച്ച് പൊളിക്കൂലല്ലോ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കൂലല്ലോ. എന്തായിട്ടുണ്ട്? തന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്തോ ഒരു സങ്കടം അവിടെ വന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഒന്ന് പകച്ചു. കുറച്ച് ആളുകൾ പകച്ചപ്പം പറഞ്ഞു, എന്ത്? നിങ്ങളുടെ ഉമ്മാക്ക് ചെറിയൊരു കുശുമ്പ് വന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ഭർത്താവായാലും ഭാര്യ ആയാലും മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒച്ചവെക്കൽ വന്നു പോയാൽ, ഏതെങ്കിലും തരത്തിലുള്ള പാത്രം പൊളിക്കൽ വന്നു പോയാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? ആ ഒച്ചയെ കേൾക്കാൻ പാടില്ല. അവിടെ നമ്മൾ ആ ഹൃദയത്തെ കേൾക്കണം. ഹൃദയത്തെ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുള്ള ഒരു പാഠമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ ഹൃദയത്തെ ഹൃദയം കൊണ്ട് കേൾക്കുമ്പോ എന്താവും? ആ ആളുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയാൻ നമുക്ക് തോന്നും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തോന്നും. അത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ. അപ്പോഴെന്താവും? അവർക്കിടയിലുള്ള ഒരു തുറന്ന സംസാരം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖദീജ ബീവിയോടുള്ള സ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുന്നത് ഖദീജ ബീവിയെ കുറിച്ച് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കൂടാതെ ഖദീജ ബീവിയുടെ സുഹൃത്തുക്കൾ എന്താവുമായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ അതേപോലെ സ്വീകരിക്കുകയും ആദരിച്ചു കൊണ്ടിരുത്തുകയും ചെയ്യും. ഖദീജ ബീവിയുടെ സഹോദരി വന്നിട്ട് ബാക്കിൽ നിന്ന് വിളിച്ചപ്പോ തന്നെ തിരിച്ചറിഞ്ഞത് ഹാരയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് അവരെ അതീവ ആദരവോടുകൂടി ഇരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളോടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പെരുമാറ്റമാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മളെല്ലാവരും സ്ത്രീകളായിട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ നമ്മളിപ്പോ എന്താ ചെയ്യാന്നുള്ളത്. നമ്മുടെ മക്കൾ വളർന്നു വരുന്നുണ്ടല്ലോ, നമ്മുടെ ആൺകുട്ടികളും നമ്മുടെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ അനിയന്മാരുണ്ടാവും. ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഇടപെടണം. ഇതാണ് പ്രവാചകന്റെ മാതൃക എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഇടകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാഹചര്യങ്ങളുള്ള എല്ലാവർക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. കാരണം അവർ ജീവിച്ചു വന്നതിന്റെ ഫലമായിട്ട് എനിക്ക് അത് മുഴുവനായിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് പറയാമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ തുറന്ന് സംസാരിക്കാൻ സാഹചര്യങ്ങൾ ഉള്ളവരെന്ത് ചെയ്യണം? തുറന്ന് സംസാരിക്കണം. ഇതാണ് പ്രവാചകന്റെ മാതൃക. നമ്മളെപ്പോഴും പറയും നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ തന്നെ നമ്മുടെ മക്കൾ ദേഷ്യം പിടിച്ച് ആൺകുട്ടികൾ ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആ ആൺകുട്ടിയല്ലേ, ഇല്ലേ? നമ്മളെ മോൻ വന്നിട്ട് എന്തെങ്കിലും ഒച്ച വെച്ച് അല്ലെങ്കിൽ രണ്ടടി കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് തോണ്ടി അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ അവൾ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ആ സമയത്ത് വന്നിട്ട് മോൻ എന്ത് ചെയ്യാണ്? എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചു, അതും അല്ലെങ്കിൽ ഏതോ ഒരു നിലക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവങ്ങൾ ചെയ്തു. അപ്പൊ നമ്മൾ പറയുന്നത് അവൻ ആൺകുട്ടിയല്ലേ, ആൺകുട്ടികളാവുമ്പോൾ അങ്ങനെ ദേഷ്യം പിടിക്കും. ഈ ദേഷ്യം പിടിക്കലാണ് അവര് മുതിർന്ന് കല്യാണം കഴിച്ചിട്ട് അവരുടെ ഇണകളോട് കാണിക്കുന്നത്. നമ്മളോട് നമ്മുടെ ഇണകൾ ഈ പറഞ്ഞ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണത് അവർ വളർന്നു വന്നതിന്റെ സാഹചര്യമാണത്. അവിടങ്ങളിലൊക്കെ ഉമ്മമാർക്കാണ് പ്രശ്നം. ഉമ്മമാരാണ് ആ മക്കളെ വളർത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ തിരുത്തണെന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനാണ്, ഒത്ത പുരുഷനാണ്, എല്ലാ നിലക്കും ഒത്ത പുരുഷനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്ത്രീകളോട് ദേഷ്യം പിടിക്കുന്ന, സ്ത്രീകളോട് മുരട്ട് സ്വഭാവം കാണിക്കുന്ന ഒരാളായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങേയറ്റം കാരുണ്യം കാണിച്ച ഒരാളാണ്. സ്ത്രീകളോട് അങ്ങേയറ്റം കാരുണ്യത്തോടു കൂടി ഇടപെട്ട ഒരാളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ അനിയന്മാരോട് പറയാൻ സാധിക്കണം, തിരുത്താൻ സാധിക്കണം. എന്ത്? എടാ പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദേഷ്യക്കാരനായിരുന്നില്ലടാ. ആണുങ്ങളെ സ്വഭാവം എങ്ങനെ ദേഷ്യം പിടിക്കുന്ന ആളാവുക? ശരിയായ ആണാവണമെങ്കിൽ പെണ്ണുങ്ങളോട് അങ്ങേയറ്റം ആദരവും സ്നേഹവും പുലർത്തുന്നവനായിരിക്കണം. അവനാണ് ശരിയായ പുരുഷൻ. മറ്റേത് ശരിയായ പുരുഷനല്ല. പുരുഷത്തെ എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഈ പറഞ്ഞ സ്ത്രീകളോട് എന്ത് ചെയ്യുന്നത്? ദേഷ്യം കാണിക്കും. അത് നമുക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കിക്കാനും അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനും സാധിക്കണം. അപ്പോഴാണ് നമ്മൾ എന്താകുന്നത്? വിജയിക്കുന്നത്. ഇതാണ് റസൂലിന്റെ മാതൃക, ഇതാണ് റസൂലിനോടുള്ള മുഹബത്ത് എന്ന് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. ഒരിക്കല് ഒരു മോനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. നീ എന്തിങ്ങനെ ചൂടാവെന്ന് വെച്ചപ്പോ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പൊ അതിന്റെ പിന്നാലെ കൂടിയപ്പോ അവന്റെ ഉപ്പാന്റെ അടുത്ത് സ്ഥിരം കേൾക്കുന്ന ഒരു വർത്താനം അത്. അവന്റെ ഉപ്പാന്റെ അടുത്തുനിന്ന് അവൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് എന്ത്? ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ്. അതായത് എനിക്ക് ചൂടാവുന്നു, എനിക്ക് ദേഷ്യം പിടിക്കുന്നു. അപ്പൊ ഇത്
ഉപ്പ പറയുന്നത് കേട്ടിട്ട് എന്തായി? മോൻ പഠിച്ച്. മോനും അങ്ങനെ തന്നെ ആയി. ഉമ്മയും പറയും, അതായത് ഈ പറഞ്ഞ ഉപ്പാന്റെ ഭാര്യ ഉണ്ടല്ലോ, മോന്റെ ഉമ്മയും പറയുന്നത് ആൾക്ക് വേഗം ചൂടാവും, ആൾക്ക് വേഗം ദേഷ്യം പിടിക്കും. നമ്മൾ അങ്ങനെ പറയാം. നമ്മുടെ തുടക്കത്തിലേ അതിനെ തിരുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മൾ അതിന് മാത്രം പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ എന്താണോ അദ്ദേഹം അത് അതുപോലെ എങ്ങനെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം അതിനനുസരിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ പോവാണ് നമ്മൾ. അവിടെ ഇനി നമ്മളിലൂടെ വരുന്ന തലമുറയെ നമ്മൾ എന്താക്കരുത്, ആ രീതിയിൽ ആക്കരുത്. നമ്മുടെ മക്കള്, നമ്മുടെ ആൺമക്കള് പെൺമക്കളോട് മര്യാദയില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ വീട്ടിൽ നിന്ന് തുടങ്ങണം. അത് വീട്ടിൽ നിന്ന് തുടങ്ങണം. നമുക്ക് പെൺമക്കളും ആൺമക്കളും ഉണ്ടെങ്കിൽ നമ്മുടെ പെൺമക്കളെ എങ്ങനെ ആദരിക്കണം എന്നുള്ളത് ആൺകുട്ടിന്റെ അടുത്തുനിന്ന് ആൺകുട്ടിയോട് പറയാൻ സാധിക്കണം. നമ്മൾ കുറേ പ്രശ്നങ്ങൾ കേൾക്കൂലേ, പുറത്തുള്ള കുറേ സംഭവങ്ങൾ, ബലാത്സംഗ കേസുകൾ, അങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെയുള്ള കേസുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ പുറത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ പെൺമക്കളോട് നമ്മൾ പറയുന്നത്, നിന്റെ ഡ്രസ്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, നിന്റെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ടേ പോകാൻ പാടില്ലേ, ഈ ഡ്രസ്സിലൊന്നും നടക്കാൻ പാടില്ലേ, ഇങ്ങനെ കോലത്തിലൊന്നും നടന്നു കഴിഞ്ഞാൽ ശരിയാവൂലേ. ആ പെൺകുട്ടി, ഏത് ഈ പ്രയാസത്തിന് ഇടങ്ങാറായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവുമല്ലോ, ക്രൂരമായ സംഭവങ്ങൾക്ക് ഇരയായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ പെൺകുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികളെ കോലമൊക്കെ അങ്ങനെയല്ലേ എന്ന് നമ്മൾ പറയും. അത് വേറൊരു വിഷയമാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അതേ സംഭവം നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ആൺകുട്ടിയോട് പറയാറില്ല, എടാ പെൺകുട്ടികളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം. പറയാറുണ്ടോ നമ്മള്? പെൺകുട്ടികളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറാൻ നിനക്ക് സാധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. ഇനി കല്യാണമായ പറഞ്ഞു കൊടുക്കോ? കല്യാണം ആവുമ്പോ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുറേ ഉപദേശം ഉണ്ടാവും നമ്മളെ അടുത്ത്. നീ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ചിലപ്പോൾ ആദ്യം നിനക്കത് അംഗീകരിക്കാൻ പറ്റൂല, ഉൾക്കൊള്ളാൻ പറ്റൂല, വേറെ വീടാണ് അല്ലെ, കണ്ണൂരിന് പുറത്തു പോയി വേറെ വീടാണ്, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, അപ്പൊ നീ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം. ചിലപ്പോ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അടിക്കുന്ന ആളാണ്, ഉപദ്രവിക്കുന്ന ആളാണ്, അവൻ ശരിയില്ല എന്നൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ പറയും എന്ത്, ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, കുറച്ചങ്ങ് സഹിച്ചാൽ അതങ്ങ് ശരിയായിക്കോളൂ നമ്മൾ പറയും, ഇല്ലേ? നേരെ മറിച്ച് നമ്മുടെ ആൺകുട്ടികളുടെ കല്യാണത്തിന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ, എടാ നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഒരു പെണ്ണിനെ ആ ഉമ്മയും ഉപ്പയും നിന്റെ കൂടെ അയക്കുന്നത്, അല്ലെ? കല്യാണം കഴിയാന്ന് പറയുമ്പോ രണ്ടുപേരുടെയും, ആണായാലും പെണ്ണായാലും ജീവിതം മുഴുവൻ അങ്ങോട്ട് മാറുന്ന ഒരു സംഭവമാണ്. അവർ പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്, പുതിയ ഒരു തലമുറക്ക് അവരെന്താണ് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, എന്ത്, എടാ കുട്ടിയോട് നീ അങ്ങേയറ്റം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിൽക്കണം, സ്നേഹം കാണിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് സ്നേഹം മാത്രമായിരുന്നില്ല, ആദരവും കൂടി ആയിരുന്നു. നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം, എടാ അവക്ക് കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, അവക്ക് എന്താ ആഗ്രഹങ്ങൾ എന്നൊക്കെ നീ ചോദിക്കണം കേട്ടാ. ഇടക്ക് അവക്കൊരു ചായ ഇട്ട് കൊടുത്ത് വിചാരിച്ചിട്ട് നിന്റെ കയ്യിലെ വാ ചൂരിപ്പോവൊന്നും ചെയ്യില്ല കേട്ടാ എന്ന് ആരോട് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ ആൺമക്കളോട് നമ്മൾ പറയും. ഇതാണ് റസൂലിന്റെ മാതൃക എന്ന് പറഞ്ഞു കൊടുക്കണം. ആയിഷ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം വീട്ടില് ഭാര്യമാരെ സഹായിക്കുന്നവരായിരുന്നു എന്നാണ്. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കുക, ആ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോവുക, ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ റസൂലിനെ നമ്മൾ പഠിച്ചിട്ടില്ല, റസൂലിനോടുള്ള മുഹബത്തും നമുക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു വൈകാരിക അടുപ്പമൊന്നും നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിട്ടില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കുറേ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സമയത്ത് പോയിട്ട് അതിനെ തിരുത്താൻ നിൽക്കും, അല്ലെ? ഒരു വൈവാഹിക ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ആ സമയത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എടാ അത് അങ്ങനെയല്ലടാ, ഇത് ഇങ്ങനെയല്ലടാ, ഇതിങ്ങനെ ആണെടി എന്നൊക്കെ ആണിനോടും പെണ്ണിനോടും പറഞ്ഞു കൊടുക്കാൻ നിൽക്കും. അപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യണം? വളർന്നു വരുമ്പോ തന്നെ നമ്മളിത് കൊടുക്കണം. വളർന്നു വരുമ്പോ തന്നെ എന്താണ് ഇസ്ലാം, എന്താണ്
റസൂലിന്റെ മാതൃക എന്നുള്ളത് കൊടുക്കണം. പെൺകുട്ടികളെ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടിട്ടൊന്നുമില്ല, പെൺകുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്നൊന്നുമല്ല പറഞ്ഞത്. പെൺകുട്ടികൾക്ക് അങ്ങേയറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, അവരുടെ വേഷങ്ങളൊക്കെ ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ മാറ്റുമ്പോൾ അതിന്റെ ഏറ്റവും ഹിക്മത്തോടു കൂടി വേണം നമ്മൾ ഇടപെടാൻ. ഹിക്മത്തോടു കൂടി വേണം കൊടുക്കാൻ. അതായത് ഒരു 4ാം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു 3ാം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത്തിരി ശാരീരിക വണ്ണമൊക്കെ ഉണ്ട്, നമ്മുടെ കുട്ടികളെ നമ്മൾ ഹാഫ് സ്ലീവിൽ നിന്ന് ഫുൾ സ്ലീവിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ നമ്മൾ ഒരു 3ാം ക്ലാസ്സിനെ പറഞ്ഞു കൊടുക്കണം. ഉമ്മാന്റെ കുട്ടി കുറച്ച് നാൾ കഴിയുമ്പോ, അല്ലെങ്കിൽ 2026 തുടങ്ങുമ്പോ ഇത്രയുള്ള കഴിയിടണം എന്നുള്ളത് മോൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും നമ്മളങ്ങനെ മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. ഇതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമ്പത്തായിട്ട് സൂക്ഷിക്കാനുള്ളതാണ് എന്നുള്ളത് അത്രയും മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവളുടെ മാനസികമായിട്ട് അതിനെ റെഡിയാക്കുന്നത്. അങ്ങനെ റെഡിയാവുന്നതോടുകൂടി എന്താവും, നിങ്ങളങ്ങനെ പറഞ്ഞു നോക്കൂ, എന്നിട്ട് അടുത്ത വർഷമായിട്ട് അത് ഇട്ട് നോക്കൂ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. തട്ടടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് വരും, പിരീഡ് ആവുന്നുണ്ട് 9 വയസ്സൊക്കെ ആവുമ്പോഴേക്ക്. പിരീഡ് ആവുന്നത് വരെ പിന്നെ തട്ടുവിട്ടിട്ടില്ല, മറ്റേ മുട്ടുവരെയുള്ള ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക, ഓടുന്നു ചാടുന്നു ബഹളം വെക്കുന്നു. പിരീഡ് ആയ പിറ്റേന്ന് മുതൽ നമ്മൾ പിടിച്ചിട്ട് ഇനി ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ നോക്കേ, എനിക്കെന്താ പറ്റിയേ, അങ്ങനെ പറ്റിയത് ഓളുടെ തെറ്റാണോ? അല്ല. ഓൾക്ക് പ്രായപൂർത്തിയായി പിരീഡ് ആയി എന്ന് പറയുന്നത് ഓളുടെ തെറ്റാണോ? അല്ല. അതിന് ആ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഹിക്മത്തോടു കൂടി അവരെ പെരുമാറാൻ പറ്റും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് ആൺകുട്ടികൾ, അതായത് അദ്ദേഹം എങ്ങനെ ആയിരുന്നു എന്നുള്ളതിൽ നിന്ന് പറഞ്ഞതാണ്. പെൺകുട്ടികൾ എന്നോട് തുടർന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ആൺകുട്ടികളെ, അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്, നമുക്ക് ഇന്ന് സംഭവിക്കുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാല്, നമ്മുടെ പെൺമക്കളെ നമ്മൾ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ നമ്മൾ സെറ്റാക്കി എടുക്കും. അവർക്ക് വിദ്യാഭ്യാസം വേണം, അവരെ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് ജോലി വേണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കും. അതിന്റെ കൂടെ നമ്മൾ ധാർമ്മികമായിട്ടുള്ള കുറെ വശങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ മറന്നു പോകുന്നു. ചിലപ്പോൾ തട്ടമൊക്കെ ഇടുന്നുണ്ടാവും, ഫുൾ സ്ലീവ് ആയിരിക്കും, പക്ഷെ ധാർമ്മികമായിട്ട് കുറെ വശങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മൾ അവരോട് ചേർന്ന് നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് ഒച്ച വെക്കുന്ന കാര്യത്തിലാവട്ടെ, സംസാരിക്കുന്ന കാര്യത്തിലാവട്ടെ, നമ്മൾ ഇടപെടുന്ന കാര്യത്തിലാവട്ടെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ, നമ്മൾ നമ്മുടെ ഭർത്താവിനോട് എങ്ങനെ, നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് എങ്ങനെ, ഈ പറഞ്ഞതൊക്കെ എന്താണ്, നമ്മുടെ പെരുമാറ്റത്തിലൂടെ കണ്ടുപഠിക്കേണ്ട കുറെ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ഇത് മറക്കുന്നുണ്ടെങ്കിൽ മറ്റേത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക്. എന്നാൽ ആൺകുട്ടിക്ക് ഒന്നും സെറ്റാക്കി കൊടുക്കുന്നില്ല. ആൺകുട്ടിയോട് നമ്മൾ പറയാറേ ഇല്ല എന്ത്, കാരണം ഓന് പഠിക്കുന്നുണ്ട്, ജോലി വാങ്ങുന്നുണ്ട്, അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ നടന്നു വരുന്നത്, അതങ്ങനെ പോകും. അപ്പൊ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പണ്ടത്തേതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് വളർന്നു വരുന്നത്. ഇപ്പൊ ഞാൻ 80 ആണ്. അപ്പൊ 80 കാലഘട്ടത്തിലുള്ള ഉമ്മമാര്, 90 കാലഘട്ടത്തിലുള്ള ഉമ്മമാര്, നമുക്ക് കുറെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പെൺമക്കളോട് ആ രീതിയിൽ പറയും, പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിക്കും, ഇത് പറഞ്ഞിട്ട് നമ്മൾ വളർത്താം, നല്ലോണം പഠിപ്പിക്കും. നേരെ വെച്ചാൽ ആൺകുട്ടിക്ക് അവിടെ തിരുത്താൻ വിട്ടുപോയി, നമ്മൾ പറഞ്ഞിട്ടില്ല എന്ത്, എടാ ഇതുപോലത്തെ പെൺകുട്ടികളാണ് മറ്റു വീട്ടിൽ നിന്നൊക്കെ വളരുന്നത്, നീ എന്ത് ചെയ്യണം, പെൺകുട്ടിനെ ഇന്ന രീതിയിലൊക്കെ ബഹുമാനിക്കാനൊക്കെ പഠിക്കണം. അവക്ക് ഒന്ന് ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ എന്താണ്, ജോലി ചെയ്യാൻ സമ്മതിക്കണം. അവക്ക് വേറെ കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിനൊക്കെ നീ കൂട്ടു നിൽക്കണം എന്ന് ആൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായി, ആൺകുട്ടി പണ്ട് കാലത്ത് ആൺകുട്ടിയായിട്ട് ഉണ്ടത്രേ, അല്ലെങ്കിൽ 80-ലുള്ള ഉപ്പാന്റെ ഒരു അവസ്ഥയിൽ തന്നെ ആൺകുട്ടി ഉണ്ടത്രേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു. ഇത് ചെറിയ ഉദാഹരണമായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക ഞാന്, അതായത് ആയിഷ ബീവിയുമായിട്ടുള്ള, അല്ലെങ്കിൽ ഖദീജ ബീവിയുമായിട്ടുള്ള സംഭവം. അവിടെ എല്ലാ ഇടങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും ഒരു ഉപ്പ എന്ന നിലക്ക്, ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴും നമ്മളിലൂടെ ഉണ്ടായ തലമുറയിലേക്ക് അത് നമ്മൾ പകർത്തി കൊടുക്കുമ്പോഴുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം നിലനിർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. സൗമ്യതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ സൗമ്യത ഇടുന്നുണ്ടോ ആ കാര്യം എന്ത് ചെയ്യുന്നു? വളരെ മനോഹരമാകുന്നു. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിന്ന് സൗമ്യതയെ എടുത്തു മാറ്റുന്നുവോ ആ കാര്യം എന്താവുന്നു? വിരൂപമായിട്ട് മാറും. അപ്പോ നമ്മൾ ഏത് വിഷയത്തിൽ ഇടപെടുന്നുവോ, നമ്മൾ ഏത് വേഷം കൈക്കൊള്ളുന്നുവോ അവിടങ്ങളിലൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സൗമ്യത കലർത്തുവാൻ നമുക്ക് സാധിക്കും. ഒരാളോടുള്ള പെരുമാറ്റം, അതിപ്പോ നമ്മുടെ വീട്ടിലുള്ളവരാവട്ടെ പുറത്തുള്ളവരാവട്ടെ, അല്ലെ? പുറത്തുള്ളവരോട് ആരോടും നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സൗമ്യതയെ ചേർത്ത് വെക്കാൻ പറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പല പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ആളുകളുണ്ട്. അതായത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയാൻ വന്നവരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, അല്ലേ? ഒരു അറാബി ഓടി വന്നിട്ട് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറെ ചീത്തയും വിളിച്ച്, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കുറെ നേരം പാലും കുടിച്ച്, അല്ലേ? കുറെ ചീത്ത വിളിക്കുന്നുണ്ട്, കുറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങാതെ നിന്നു. സഹാബാക്കൾക്കൊക്കെ ആകെ കൂടി ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങാണ്ട് നിൽക്കുന്നു പറഞ്ഞു. എന്നിട്ട് ആ വിശപ്പൊക്കെ അടങ്ങിയ ശേഷം എന്തായി? അദ്ദേഹത്തിന്റെ ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുകയും ചെയ്തു. ആ ദേഷ്യമൊക്കെ അടങ്ങുകയും ചെയ്തു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. നമ്മൾ ഒരാളോട്, അത് ഏത് തരത്തിലുള്ള ആളാണെങ്കിലും നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഓരോ ആളുകളും വന്ന് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ യുക്തിപരമായിട്ടുള്ള വർത്തമാനങ്ങൾ നമുക്ക് പറയാൻ സാധിക്കണം, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കാൻ നമുക്ക് പറ്റണം, അല്ലെ? ഒരു സഹാബി വന്നിട്ട്, സഹാബി വരുന്ന വഴിയിൽ ഒരു വടിയുണ്ട്. അപ്പൊ ആ വടിയുടെ അടുത്തൊരു കിണറുണ്ട്. കിണറിന്റെ അടുത്തായിട്ടാണ് വടിയുള്ളത്. അപ്പോ അദ്ദേഹം ആ വടിയെടുത്ത് അവിടുന്ന് അത് തള്ളിയിട്ട് ആരെങ്കിലും അങ്ങോട്ട് വീണ് പോയാലോ എന്നുള്ള നിലക്ക് അതെടുത്ത് മാറ്റിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് റസൂലിനോട് പറഞ്ഞു, എന്ത്? ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ എന്നിട്ട് അതെടുത്ത് മാറ്റി, ആരും അതിൽ വീണു പോകാതിരിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഗുഡ്. നമ്മൾ പറയൂലേ ഗുഡ് ബോയ് എന്നൊക്കെ പറയുന്ന പോലെ അഭിനന്ദിച്ചു. നീ നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞപ്പോൾ വേറൊരു സഹാബി വന്നിട്ട് പറഞ്ഞു, എന്ത്? ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ എന്നിട്ട് അതിനെ ആദ്യത്തെ ആൾ അങ്ങനെ വെച്ചു. അപ്പൊ അത് വെച്ചത് കണ്ടപ്പോ അപകടം ഉണ്ടാവും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് മാറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു സഹാബി വന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഗുഡ്, താങ്കൾ നല്ലൊരു കാര്യം ചെയ്തു. രണ്ട് 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 കാര്യങ്ങളാണ്, പക്ഷേ ഒരേ സ്ഥലത്താണ്, ഒരേ കാര്യത്തെ ചൊല്ലിയിട്ടാണ് രണ്ട് സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അവിടെ രണ്ടു പേരുടെയും നെയ്യത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയത്. എന്നിട്ട് അവർക്ക് അനുസരിച്ചിട്ടുള്ള മറുപടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളാണെങ്കിലോ, നമ്മുടെ അടുത്ത് എങ്ങനെ ഒരു സംഭവം നടന്നെങ്കിലോ, നമ്മൾ അങ്ങോട്ട് ഈ എന്ത് പണിയെ കാണിച്ചെന്ന് ചോദിക്കും, അല്ലെ? എന്ത് പണിയാ കാണിച്ചെന്ന് വെച്ചിട്ട് ചിലപ്പോ രണ്ട് തെറിയല് വിളിക്കും, പൊട്ടാന്ന് വിളിക്കും, പൊട്ടത്തീന്ന് വിളിക്കും, എനിക്ക് എന്താ തലക്ക് സുഖമില്ലേന്ന് ചോദിക്കും. ഇതൊക്കെ ഞങ്ങൾ കണ്ണൂർ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയാട്ടാ. ഇതൊക്കെയാണ് നമ്മള് ആളുകളോട് പെരുമാറുന്ന രീതി. എന്തിനാ ആളുകൾ പറയും? നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട് ഇങ്ങനെ ചോദിക്കുക നമ്മൾ, എനിക്ക് എന്ത് ഇതൊന്ന് ശ്രദ്ധിച്ചൂടെ, അല്ലേ? എന്ത് പൊട്ടത്തരായി കാണിക്കുന്നത്, എന്ത് വെകിടത്തര നീ കാണിക്കുന്നു എന്നൊക്കെ ചോദിക്കണം. അപ്പോ ഇവിടങ്ങളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, അല്ലെ? എങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് റസൂലിൽ എന്തുണ്ട്? ഉത്തമമായ മാതൃകയുണ്ട്. ഉത്തമമായ മാതൃക എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ചില സമയത്തില്ല. നമ്മളിപ്പോ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് നമ്മൾ അന്വേഷിക്കും, വേണം അന്വേഷിക്കണം. അതിന്റെ ഫർദ് എന്താണ്, സുന്നത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ അക്കമിട്ടിട്ടൊക്കെ പഠിക്കും.
എഴുതി പഠിക്കും നമ്മൾ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കും. അല്ലെ? അങ്ങനെയാണല്ലോ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫർദ് നമസ്കാരത്തിലൊക്കെ നമ്മൾ ഇപ്പോ അത്തഹിയാത്തിലിരിക്കുന്ന നമ്മുടെ വിരല് അനക്കുന്നതായിക്കോട്ടെ, ഇനി അതല്ലാതെ തന്നെ നമ്മുടെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈകുത്തുന്നതായിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? സൂക്ഷ്മമായിട്ടുള്ള സുന്നത്തുകളാകുന്നു. ഇതൊക്കെ നമ്മൾ പാലിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. നേരെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിലോട്ട് കയറുമ്പോ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് കയറുമ്പോ, നമ്മളോട് ഇടപെടുന്ന ആളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു സാമ്പത്തിക ഇടപാട് വന്നു കഴിഞ്ഞാൽ, ഒരു കല്യാണ ചടങ്ങ് വന്നു കഴിഞ്ഞാൽ, ഒരു സൽക്കാരം വന്നു കഴിഞ്ഞാൽ, ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവിടെ റസൂലിനോടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിരിക്കുന്ന സുന്നത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എങ്കിൽ മുഹബത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യണം. നമ്മുടെ മുഹബത്തിനെ നമ്മൾ ചോദ്യം ചെയ്യണം. ശരിക്കും എനിക്ക് റസൂലിനോടുള്ള മുഹബത്ത് ഉണ്ടാ, ഇഷ്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കണം. അപ്പൊ നമ്മുടെ എല്ലായിടത്തിലും അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ അഹദിനെയും അഹ്മദിനെയും നിങ്ങൾ മുറുക്ക പിടിക്കുക. അഹദിനെയും അഹ്മദിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്കുണ്ട് എങ്കിൽ റസൂലിനെ നമ്മൾ പിൻപറ്റിയേ പറ്റൂ. അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ അനിവാര്യതയാണ്, അല്ലെങ്കിൽ നിർബന്ധ ഘടകമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതിനെ നമ്മൾ സുന്നത്ത് എന്ന് പറയും. സുന്നത്ത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത്? ചെയ്താൽ കൂലി ഉള്ളതും ചെയ്തില്ലേ ശിക്ഷയില്ലാത്തതും. അങ്ങനെ പറഞ്ഞിട്ട് അതിനെ ചുരുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് അതിനെ ചുരുക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതം അങ്ങേയറ്റം മനോഹരമാക്കാനാണ്. അവന്റെ പെരുമാറ്റത്തിലെ, അവളുടെ പെരുമാറ്റത്തിൽ അങ്ങേയറ്റം ഭംഗി കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാത്ത മേഖലയില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ, വലതുഭാഗത്ത് ചെരിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞത് മുതൽ, അവിടുന്ന് എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നിന്റെ രാവിലെ അല്ലെങ്കിൽ നിന്റെ ദിവസം തുടങ്ങുക എന്ന് പഠിപ്പിച്ചത് മുതൽ, എഴുന്നേൽക്കുന്നത്, ബാത്റൂമിലേക്ക് കയറുന്നത്, ബ്രഷ് ചെയ്യുന്നത്, മറ്റ് എന്താണ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത്, ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, കുറഞ്ഞ സമയമായിട്ടുള്ള എല്ലാം കൂടിയിട്ട് ഒരു 5-10 മിനിറ്റ്, ഇവിടങ്ങളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലേക്കാണോ നമ്മുടെ ദിവസം തുടങ്ങുന്നത്, അതിപ്പോ നമ്മുടെ ജോലി കാര്യങ്ങളാവട്ടെ, നമ്മുടെ അടുക്കളയിലേക്കുള്ള, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, വൃത്തിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, നമ്മുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടങ്ങളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടുണ്ട്, നമുക്ക് നിയമനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിയമനിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് സുന്നത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് സുന്നത്ത്. ഈ സുന്നത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലേൽ കുറ്റമില്ലാത്തതും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ അതിനെ ചെറുതാക്കാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നുണ്ടോ, ആ പാലിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? റസൂലിനോടുള്ള മുഹബ്ബത്ത് നമുക്ക് പൂർണ്ണമാവും. ഉണ്ടോ? എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഉറങ്ങിപ്പോയ എല്ലാരും? നബിയുടെ ചര്യയെ പറ്റിയിട്ട് ഇത്രയും വിശദമായിട്ട് കേട്ട് ഇനി ഡൗട്ടുകളിലൊന്നും ബാക്കി നിൽക്കുന്നില്ല. വളരെയധികം സന്തോഷം. ഇന്നത്തെ ദിവസം ഇതുപോലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ഉറപ്പിക്കല്ലേ നമ്മുടെ റസൂലിനോടുള്ള മുഹബത്ത് എങ്ങനെ ആയിരിക്കണം? റബീഉൽ അവ്വൽ കഴിഞ്ഞാലും നബിദിനം കഴിഞ്ഞാലും എല്ലാം റസൂലിന്റെ പേരിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് നബിദിനം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് എത്രത്തോളം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അതെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതായത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യരുത്?
റസൂലിനെ കുറ്റം പറയിപ്പിക്കരുത്, ഇസ്ലാമിനെ കുറ്റം പറയിപ്പിക്കരുത്. അങ്ങനെ നമ്മൾ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം. ഇല്ലേ, നമ്മളിപ്പോ നമ്മുടെ വിവാഹ ചടങ്ങുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇതൊക്കെ നമുക്ക് ആരാണ് മാതൃക, ആരാ കാണിച്ചു തന്നത്? ഇത് നമ്മുടെ റസൂൽ നമുക്ക് കാണിച്ചു തന്നോ? നമുക്ക് റസൂൽ എങ്ങനെയാണ് നമ്മുടെ ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് എങ്ങനെ റസൂൽ പഠിപ്പിച്ചു തന്നത്? നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ രീതിയിലൊരു ഇത്രയും ആർഭാടമായിട്ടുള്ള, ഇത്രയും ദൂർത്തടിച്ചുകൊണ്ടുള്ള ഒരു വിവാഹങ്ങളൊക്കെ വന്നത്? എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെയാണ് ഇസ്ലാമിക വസ്ത്രധാരണത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇവിടങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ മുതിർന്ന ഉമ്മാമമാരായിട്ടുള്ള ഇപ്പൊ നമുക്ക് വരുന്ന കുറെ സംശയങ്ങളുണ്ട്. ഇപ്പൊ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഉപദേശിക്കാൻ നിൽക്കും. പെട്ടെന്ന് പെൺകുട്ടികളെ പോയിട്ട് നമ്മൾ ഉപദേശിക്കുന്നത് ഇങ്ങനെ തട്ടിട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെ? പെട്ടെന്ന് ആ ഒരു സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സെറ്റ് സാരി എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സമയത്ത് മാത്രം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നത്? അങ്ങനെ ഉപദേശം കൊടുത്തതിനെ കൊണ്ട് എന്താ കാര്യമുണ്ടോ? അല്ല, ഉപദേശം ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും അല്ല ഇവിടെ പ്രധാനം. ആ കുട്ടികൾ പോകുന്നത് നമ്മുടെ വീടുകളിൽ നിന്നല്ലേ. എന്റെ കുട്ടി പോകുന്നെങ്കിൽ എന്റെ വീട്ടിൽ നിന്നാ പോകുന്നത്. എന്റെ കുട്ടിക്ക് ഇസ്ലാം എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് എന്റെ കുട്ടി അങ്ങനെ പോയിരിക്കുന്നത്. അത് എന്റെ കുട്ടിക്ക് വളർന്നു വരുമ്പോ തന്നെ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് പോകും. എന്നിട്ട് എങ്ങനെ വളർന്നിട്ട് 18 വയസ്സായി 20 വയസ്സായിട്ട് അങ്ങനെ പോയി തട്ടിട്ടിട്ട് അങ്ങനെ കളിക്കുമ്പോ ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ അവിടെ പോയിട്ട് ആ 20ാമത്തെ വയസ്സിൽ പോയിട്ട് നീ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാനൊരു വോയിസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നോട് പലപ്പോഴും പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്, എന്റെ ചങ്ങായിമാർക്ക് ഇട്ട് കൊടുക്കാൻ ഒരു വോയിസ് തരുമോന്നൊക്കെ. എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ടീച്ചർ ഒരു വോയിസ് ആയിട്ട് ഇട്ട് തരുമോ എന്നുള്ളത്. അങ്ങനെ ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം വരുമ്പോൾ വോയിസ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണോ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്, നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്? അവിടെ അതിന്റെ വേരിൽ പോയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇസ്ലാമിനെ ഉൾക്കൊണ്ട ആളുകൾക്ക്, ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആളുകൾക്ക്, അത് നമ്മുടെ പെൺമക്കളാവട്ടെ, ചെറിയ പ്രായത്തിലുള്ള മക്കളാവട്ടെ, അവരതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഏത് ആഘോഷങ്ങളെ എങ്ങനെ സ്വീകരിക്കണം, ഏത് ആഘോഷങ്ങളെ എങ്ങനെ മാറ്റിവെക്കണം. ഒരാഘോഷത്തെ ആഘോഷം എന്ന് പറയുമ്പോൾ അതില് ആചാരങ്ങളും ഉണ്ട്, സൗഹൃദവും ഉണ്ട് എന്നുള്ളതാണ്. ആചാരങ്ങൾ വരുന്നുണ്ട്, ആ ആചാരങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത്. അതിൽ വരുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവും, സൗഹൃദം സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അത് നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ്. അത് ഇസ്ലാം എന്തെന്ന് ചെറിയ പ്രായത്തിലേ പറഞ്ഞ് മനസ്സിലാക്കലല്ല, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് കുട്ടികൾക്ക് കിട്ടുന്നത്. അല്ലാതെ കൊല്ലത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉപദേശിക്കണേ, അല്ലെങ്കിൽ ആ കൊല്ലം ഇറങ്ങിയിട്ട് മക്കൾ ഇതുപോലെയുള്ള ഇസ്ലാമിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മക്കളെ പിടിച്ച് അടച്ചാക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല, ആ മക്കളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അത് കറക്റ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്റെ വീട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നുമാണ് ഇറങ്ങി അങ്ങനെ പോകുന്നതെങ്കിൽ നമ്മുടെ പ്രശ്നമാണ്, കുട്ടികളുടെ പ്രശ്നമല്ല അത്. നമ്മളാണ് അവരെ വളർത്തിയിരിക്കുന്നത്, നമ്മളാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മളാണ് തട്ടയിടാൻ പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ നേരാവണ്ണം ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചിട്ടില്ല. തട്ടയിടാൻ പഠിപ്പിച്ചു, അല്ലെ? തട്ടയിടാൻ പഠിപ്പിച്ചു, ഫുൾ സ്ലീവ് ഇടണമെന്ന് പഠിപ്പിച്ചു, പക്ഷെ നിങ്ങൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്തായി? കുട്ടികൾക്ക് തട്ടയിട്ടാ മതി, എന്തൊക്കെയാണ് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രശ്നമാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. ആ മുഹബത്തും ആ ഒരു അനുഷ്ഠാനങ്ങളും ഇത്തിബാഉ റസൂലൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങണം. എല്ലാ പോയിന്റിലും നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റണം. അതായത് റസൂലിനോടുള്ള സ്നേഹം അതൊരു ഭീകരമായിട്ടോ പേടിയോടു കൂടിയോ അല്ല നമ്മളത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്.
അങ്ങേയറ്റം സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷമാക്കി മാറ്റാൻ, ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷമാക്കി മാറ്റാൻ, ഒരു നിർഭയത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വത്തിന്റെ ഒരു അന്തരീക്ഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഏതിലൂടെ? റസൂലിനോടുള്ള പിൻപറ്റലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലൂടെ. ഇൻഷാ അല്ലാഹ്, സമയം കുറെ ആയി. അള്ളാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും, അതായത് നമ്മുടെ ഒരു വിശ്വാസിയായിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്, മുസ്ലിം വിശ്വാസിയായിട്ട്. അപ്പോ ആ ഇസ്ലാമിക വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാ ഇടങ്ങളിലും ഇസ്ലാമിനെ കൊത്തിവെക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന്റെ നമ്മെ അങ്ങേയറ്റം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി